രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില വർദ്ധിച്ചിട്ടുണ്ട്. ഔൺസിന് $100 കഴിഞ്ഞ ദിവസം വർദ്ധിക്കുകയും അതിന്റെ ഫലമായി കേരളത്തിലും നേരിയ വിലക്കയറ്റം അനുഭവപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഈ ആഴ്ച സ്വർണ്ണവില കയറ്റത്തിനാണോ ഇറക്കത്തിനാണോ വിപണി സാക്ഷിയാകുക? നിലവിലെ ഒരു വിപണിയുടെ ട്രെൻഡ് ഏത് ദിശയിലാണ്? സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ സ്പോട്ട് പ്രൈസ്, അതോടൊപ്പം തന്നെ അതിൻ്റെ സ്പെക്കുലേറ്റീവ് കൗണ്ടർ. ഇത് രണ്ടും പ്രധാനമാണ്. അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളാണ് അതിൻ്റെ സ്പോട്ട് പ്രൈസിനെ അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വിലയെ സംബന്ധിച്ച് ബാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ സ്പെക്കുലേറ്റീവ് കൗണ്ടറിൽ അഥവാ ഇതിൽ ഊഹക്കച്ചവടം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. സ്വർണ്ണവിലയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ സ്വർണത്തിനെ ദീർഘകാല പൊസിഷനായിട്ട് എടുത്തു വെക്കുന്ന ഊഹക്കച്ചവടക്കാർ അത് ഇറങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ഡൗൺ സൈഡ് വന്നപ്പോൾ തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം വളരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്രസ്വകാലത്തിൽ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാൻ അവർ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. വളരെ താഴെ നിന്ന് വാങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് താഴേക്ക് വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു ട്രെൻഡ് ഉള്ളത്, ഈ പ്രത്യേകിച്ചും ഊഹക്കച്ചവടക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവധി വ്യാപാരക്കാരെ സംബന്ധിച്ച്, സ്പെക്കുലേറ്റേഴ്സിനെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ സ്വർണത്തിന്റെ ഉയർന്ന വിലയിൽ വിൽക്കുകയും അവർ താഴേക്ക് വരുന്ന സമയത്ത് അത് വാങ്ങുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഹ്രസ്വകാലത്തിൽ വരുന്ന ഒരാഴ്ചയിൽ ഫ്ലക്ച്വേഷൻസ്, മുകളിലോട്ടും താഴോട്ടുള്ള ഫ്ലക്ച്വേഷൻസിനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. വരുന്ന ഡിസംബർ വരെയും ഇങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ഇങ്ങനെ മുകളിലേക്കും താഴേക്കുമുള്ള ഫ്ലക്ച്വേഷൻസ് വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്.